ഈ കാണുന്നത് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമല്ല. എവിടെ നിന്നോ ആരോ ഒക്കെ കൊണ്ടു തള്ളപ്പെടുന്ന മാലിന്യങ്ങളാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് മുതൽ രാത്രി നമ്മൾ 2 സെക്യൂരിറ്റിയെ നമ്മുടെ ജീവനക്കാരെ ഇവിടെ നമ്മൾ നിർത്തും. ഇന്ന് തന്നെ നമ്മുടെ ഈ സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ പല വ്യാപാര സ്ഥാപനങ്ങളുടെയും ബില്ലുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. പകർച്ചവ്യാധിയുടെ ഭീതിയിൽ ദുരിതത്തിലായ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറിയിരിക്കുകയാണ് ബാലരാമപുരം കച്ചേരിക്കുളത്തിലെ മാലിന്യം നീക്കിയതോടെ. മാലിന്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത കൊടുത്തതോടെ പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ചു. കച്ചേരിക്കുളത്തിലെ മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തു. ഒരു നീരുറവ മാലിന്യം കൊണ്ടിട്ട് നശിപ്പിച്ചതോടെ പൊതുജനത്തിന് ഏറെ ബുദ്ധിമുട്ടായി. ഈ കുളത്തിൽ നിന്നും മാലിന്യം പഞ്ചായത്ത് അടിയന്തരമായി നീക്കി പരിസരവാസികൾക്കും ഇതിലൂടെയുള്ള യാത്രക്കാർക്കും ഉപകാരപ്രദമായി. വരും ദിവസങ്ങളിൽ ഈ നീരുറവ സംരക്ഷിക്കുവാനുള്ള നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പം ബാലരാമപുരം പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മാലിന്യ പ്രശ്നമാണ്. മാലിന്യം എന്ന് പറയുമ്പോഴത്തേക്ക് കടകളിലെയും വീടുകളിലെയും വേസ്റ്റുകൾ കൊണ്ട് റോഡിൻ്റെ സൈഡ് ഭാഗത്ത് ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണ്. ഈ കച്ചേരിക്കുളം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു കുളം ഇങ്ങനെ ഇതൊക്കെ ഇട്ടിങ്ങനെ നികന്ന് പോയി. ഇനിയൊരു കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കുളം ബാക്കി നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഈ ചവറുകളും വേസ്റ്റുകളും ഇങ്ങനെ നിറഞ്ഞ് വന്ന സമയത്ത് ഇതുപോലെയുള്ള വാർത്തകൾ കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഭരണസമിതി ഇടപെട്ട് ഇവിടെ വന്ന് കംപ്ലീറ്റ് മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്യുകയും ഇനി ഇവിടെ മാലിന്യം ഇടാതിരിക്കണമെങ്കിൽ ക്യാമറ സ്ഥാപിച്ചാൽ ഒരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് കഴിയും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ക്യാമറ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല. അതിപ്പോൾ 2 ദിവസത്തിനകം തന്നെ അതിൻ്റെ കണക്ഷൻ കൊടുക്കും. മാറ്റിയതിന് ശേഷം വീണ്ടും ഇവിടെ വലിയ വലിയ ചാക്കുകൾ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളവർ മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വലിയ വലിയ ചാക്കുകൾ കൊണ്ടിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പം ഇത് പോയിരിക്കുന്നത്. എത്രയും വേഗം ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ ഈ നീർത്തടത്തിൽ അവശേഷിക്കുന്ന ഭാഗം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നീർത്തടം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും യാഥാർത്ഥ്യമായിട്ടില്ല. കയ്യേറ്റത്തിനുള്ള സാധ്യതയും ഇവിടെ ഏറെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് കുറച്ച് ഭാഗം വരുന്ന കുളം, ഒരിക്കലും നമുക്ക് കുളം നികത്താൻ പാടില്ല. ജലസ്രോതസ്സിന് നമുക്ക് ജലസ്രോതസ് വരണം. അത്തരത്തിൽ തന്നെ ഈ കുളം നമ്മൾ കെട്ടിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു ആധുനിക സജ്ജീകരണത്തോടു കൂടി ഒരു കുളം നിലനിർത്തുകയും ബാക്കി ഭാഗത്ത് ക്യാമറയുണ്ട് മതിൽ കെട്ടിയിട്ട് ഇവിടെ നമുക്ക് അടുത്തൊരു കളിസ്ഥലമോ എന്തെങ്കിലും ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥലം ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നുണ്ടാകും. ഇപ്പോൾ ഞങ്ങൾ അത് മാത്രമാണ് ആലോചിക്കുന്നത്. ഈ കുളം എന്തായാലും നമ്മൾ കുളം സംരക്ഷിക്കും. കാരണം ഈ ഒരു കച്ചേരിക്കുളം എന്ന ആ ഒരു പേര്, ഈ ഒരു പ്രദേശം കച്ചേരിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ആ കുളം എന്തായാലും സംരക്ഷിക്കും. അത് പൂർണ്ണമായിട്ട് നമ്മൾ നികത്തുകയില്ല. ഇപ്പോൾ പകുതിയിലേറെ നികന്നു കഴിഞ്ഞു. ബാക്കി കുളം സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിക്കും. ഈ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ ഈ കച്ചേരി കുളത്ത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പദ്ധതിയെ നമ്മൾ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തും. ഏകദേശം നശിക്കാറായ കുളമാണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മുടെ ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് പരിസരത്തും കൂടുതലുള്ളത് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് ഉള്ളത്. നമ്മൾ വ്യാപാര സ്ഥാപനങ്ങൾ നമ്മൾ എല്ലാവിധമായ പ്ലാസ്റ്റിക്കുകളും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങൾ 2 ആഴ്ച കൂടുമ്പം എടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ഈ പ്ലാസ്റ്റിക്കുകൾ എടുക്കാൻ പോകാറുമുണ്ട്. അപ്പോൾ നമ്മൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധമായ സഹകരണങ്ങളും നമ്മൾ അവർക്ക് നൽകുമ്പോഴും ഇപ്പോഴും പല സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നമ്മുടെ ഈ പൊതുസ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത്. ഗ്രാമപഞ്ചായത്ത് എല്ലാ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളും, ചെരുപ്പുകൾ, അതേപോലെ പ്ലാസ്റ്റിക്കുകൾ, പേപ്പറുകൾ, അതേപോലെ തുണി കത്തുതരങ്ങൾ എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അതൊന്നും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ റോഡുകൾ കണ്ട് നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുവന്നത്. നമ്മളിപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ഈ സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ പല വ്യാപാര സ്ഥാപനങ്ങളുടെയും ബില്ലുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ നേരിട്ട് പലതവണ ഇവർക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടും നോട്ടീസുകൾ
ബോധവൽക്കരണം നൽകിയിട്ടും ആരും അത് മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പൊതുവായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഫൈൻ അടിക്കുക. ഫൈൻ നൽകിയാൽ മാത്രമേ ഇതിൽ നിന്ന് നല്ലൊരു മാറ്റം വരികയുള്ളൂ. അപ്പോൾ ഫൈൻ നൽകുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടും അതേപോലെ GST വകുപ്പുമായി ബന്ധപ്പെട്ടും അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നീ വകുപ്പുകളുമായി ഒത്തുചേർന്നുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു പ്രശ്നം ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയുള്ളൂ. ഇന്ന് രാവിലെ ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്ന് നോക്കുമ്പോഴാണ് നമ്മളെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് വലിയ വലിയ ചാക്കുകൾ കൊണ്ടിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ കുളത്തിലെ മാലിന്യം നീക്കിയ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന് 1000 അഭിനന്ദനങ്ങൾ.